കാട്ടുപന്നിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ മേഖലകളിൽ ജില്ലാ ഭരണകൂടത്തിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രത്യേക ഡ്രൈവ് നടത്തുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ഇതിനായി ടാസ്ക് ഫോഴ്സിന് രൂപം നൽകും. കാട്ടുപന്നികൾക്കായി വ്യാപകമായി തിരച്ചിൽ നടത്തുകയും ആവശ്യമെങ്കിൽ വെടിവെക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്നും മന്ത്രി പാനൂർ മൊകേരിയിൽ പറഞ്ഞു. കാട്ടുപന്നിയുടെ അക്രമത്തിൽ കർഷകൻ എ കെ ശ്രീധരൻ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തത്. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സ്പെഷ്യൽ ഡ്രൈവ് നടത്തും. മാർച്ച് 15-നുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കും. കാട്ടുപന്നിയുടെ കുത്തേറ്റ് മരിച്ച ശ്രീധരന്റെ കുടുംബത്തിലൊരാൾക്ക് സർക്കാർ ജോലി നൽകാൻ നിയമപരമായി സാധ്യതയുണ്ടോയെന്ന് പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പോലീസ്, റവന്യൂ ഈ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ ജനപ്രതിനിധികൾ കൂടി പങ്കെടുക്കുന്ന ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് MLA ആണ് അതിന് നേതൃത്വം നൽകുക. ആ ടാസ്ക് ഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ വ്യാപകമായ തെരച്ചിൽ നടത്തുകയും ആവശ്യമെങ്കിൽ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് നേരത്തെ തന്നെ ഇറക്കിയിട്ടുണ്ട്. ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരിപാടികൾ നടത്തുന്നതാണ്. അതോടൊപ്പം തന്നെ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. അത് ഈ കുടുംബനാഥൻ, മരിച്ചുപോയ കുടുംബനാഥന് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അവരുൾപ്പെടെ ആ പ്രദേശത്ത് കഴിഞ്ഞ കുറേ കാലമായി വലിയ തോതിലുള്ള കൃഷിനാശം ഉണ്ടാകുന്നുണ്ട്. ആ കൃഷിനാശം സംബന്ധിച്ച കണക്കുകൾ വളരെ പെട്ടെന്ന് തിട്ടപ്പെടുത്തി കൃഷി ഓഫീസറോട് ആ റിപ്പോർട്ട് വനംവകുപ്പിന് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് ലഭിക്കുന്ന മുറക്ക് ആ കൃഷിനാശത്തിനുള്ള തുകയും കൈമാറാൻ തീരുമാനിച്ചിട്ടിരിക്കുന്നത്. കൃഷിനാശമുണ്ടായ മേഖലയിൽ പരിശോധന നടത്തി ജില്ലാ കൃഷി ഓഫീസർ നഷ്ടം കണക്കാക്കി DFOവിന് നൽകിയാൽ കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം അനുവദിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി, KP മോഹനൻ MLA, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ KS ദീപ, DFO S വൈശാഖ്, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കർഷക പ്രതിനിധികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.